ഓക്കെ. ഞാൻ സ്വയം കെട്ടിയ ഒരു വേഷമുണ്ടായിരുന്നു എനിക്ക്. ഒരു ടൂറിസ്റ്റുകാരിൻ്റെ വേഷം. പുറത്തു നിന്നെത്തുന്ന സഞ്ചാരികൾക്ക് കാടിനെ പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു യാത്രയ്ക്കിടയിലാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ആദികേശവൻ സാറിൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കുന്നത്. അത് ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായി. ആനത്താരിൽ നിന്ന് ജീവൻ രക്ഷിച്ചതിന് ഫോറസ്റ്റ് കൺസർവേറ്റർ ആദികേശവൻ സാറിൻ്റെ സഹായത്തോടെ കിട്ടിയ സന്മാനമായിരുന്നു ഫോറസ്റ്റ് ഗൈഡ് എന്ന ജോലി. വനത്തിലെ വഴികാട്ടി. വനത്തിന്റെ കാവൽക്കാരൻ കൂടിയാണ് ഇനി മുതൽ നീ. ഈ യൂണിഫോമിനൊരു സത്യസന്ധതയുണ്ട്. ഒരിക്കലും അത് കൈവിട്ട് കളയരുത്. നിർത്ത്. വെറുതെ നീ അറിഞ്ഞോ? ഇന്നലെ രാത്രി സഞ്ജയനെ പോലീസ് പിടിച്ചു. ഞാനിപ്പോഴാ അറിഞ്ഞേ. എന്താ അത് പുതിയ കേസാ? ആർക്കറിയാം? ആ മുടിയന്റെ കാര്യമല്ലേ? വേദന. ശരി, ഞാൻ പോയിട്ട് വരാം. ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നീ അധമമായത് ഒഴിവാക്കി ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. നീ ഒരിക്കലും കുഞ്ഞാടുകൾക്കിടയിലെ ചെന്നായോ കുരുവികൾക്കിടയിലെ കഴുകനോ ആകരുത്. ഞാൻ പറയുന്നത് ദേവദാസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സ് നിയന്ത്രിച്ച് അല്പം പിന്നോട്ടിരിക്കാം. തങ്കു സിസ്റ്ററെ ഒന്ന് മാറിക്കേ. മേരിക്കുട്ടി സിസ്റ്ററെ ഒരു മിനിറ്റ്. ഞായറാഴ്ച നമുക്കൊരു കൂട്ടായ്മ പ്രാർത്ഥന നടത്തിയാലോ? ദേവദാസ് ബ്രദറെ, എന്റെ വായിന്ന് ഫാദറിനെ കേക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്താ വരദ, ആ നരക സന്തതിക്ക് വേണ്ടി വന്നതാവും അല്ലേ? പിന്നെ 50 ലിറ്റർ സ്പിരിറ്റുമായിട്ടാ അവൻ ഇന്നലെ മലയിറങ്ങി വന്നത്. ഞങ്ങളെ കണ്ടപാടെ അവൻ അത് ആറ്റിൽ കമഴ്ത്തി. അതുകൊണ്ട് തൊണ്ടിയില്ല. അവൻ പാവം സാർ. എത്ര തവണ എന്ന് പറഞ്ഞ അവനെ വെറുതെ വിടുന്നത് വരദ? നീ അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? വീരപ്പന്റെ അതേ ഛായ അവന്. ആയിരങ്ങളുടെ അല്ല, ലക്ഷങ്ങളുടെ കളിയാ അവന്റെ. കാട്ടുകള്ളൻ. നീ വന്നല്ലോ. സഞ്ജയ, നിനക്ക് കുറച്ച് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്നാ സാർ, വേദലേഖനം വരുന്ന കർത്താവിന് എന്നാ വേണമെങ്കിലും ചൊല്ലാം. ഇവിടെ ജീവിക്കുന്നവർക്കല്ലേ എന്റെ പാടറിയൂ. ഭരത, ഈ നരക പിശാചിനെ വിളിച്ചുകൊണ്ട് പോകൂ. ഇല്ലെങ്കിൽ ഞാനൊരു ദൈവദാസനാണെന്നുള്ളത് മറന്ന് യവനെ വലിച്ചിട്ട് ചവിട്ടും. സ്തോത്രം കർത്താവേ. ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന എന്റെ ജീപ്പിൽ ഒരു യാത്രക്കാരന്റെ വേഷത്തിൽ സഞ്ജയൻ മുന്നേ എത്തുമായിരുന്നു. ഞാൻ അറിയാതെ സഞ്ജയൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു ആയുധമാക്കുകയായിരുന്നു. എന്നെ ടയർഡ്. എന്നടാ കാര്യം പറഞ്ഞിട്ട് മച്ചാ, ഞാൻ വേട്ടക്കാരൻ വീട്ടിലോട്ടാ. പറയാൻ വിട്ടുപോയി. ഞാനേ കഴിഞ്ഞ ആഴ്ച അതുവഴി ഒന്ന് പോയായിരുന്നു. എന്റെ പൊണ്ണൊന്ന് പെരുകിട്ടോട്ടാ. ചന്ദിരം കെട്ടതും പൊണ്ണാതെ
അല്ലല്ലോ. നിന്നെ അവൻ കെട്ടൂടി. ഒന്നാം തരം നീലച്ചടയനാ മുതലാളി. അമ്മന്നൂരിലെ മല്ലീശ്വരം മുടിക്ക് താഴെയാ കൃഷി. ഇവനുടെ പൂമ്പൊടി പോലും സ്വർഗം കാണും. മാലാകമാരി കൊള്ളാവല്ലോടാ മുടിയ. നീ 4 കാലം നിന്ന നരിയാ നരി. വാ വാ. ഇതേതാണെന്ന് അറിയാവോ? ഇത് ഒരുപാട് കൊമ്പന്മാരുടെ തലച്ചോറ് വളർത്തിയ സാധനമായത്. ഉപ്പുതറയിലെ കൊല്ലം ശംഖുവിനടുത്തിരുന്ന് എന്റെ അപ്പം വേട്ടക്കാരൻ പൈലി അംശം നോക്കി ഉണ്ടാക്കിച്ചതാ. അപ്പടിയോ? ചായ. എന്നാ ബാവാ സൗഖ്യമാ? ആഹാ ആഹാ. മാലാകമാരെ കണ്ട മൊബൈലാ? ആ പുതുசு பாக்குறியா? നോക്കട്ടെ. ரொம்ப நல்லா இருக்கு. கேமரா எல்லாம் இருக்கு பாரு. இனி இதுலோட்டு விളിച്ചാ മതി. சரியா? ஏய் ஒரு நிமிஷம். ஒரு சாரியா வச்சுக்கோ. என்ன கலர்? உன் பக்கத்தில் வரும்போ எல்லா கலரும் சூப்பர். ஃபோன் பண்ணணும். அழுமிச்சு எப்ப பார்த்தாலும் அழுதுட்டு. சரி சரிடி. വരദാ, എന്നും ഇങ്ങനെ മുറ്റത്ത് വന്നെന്ന് കാണുകയും സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്താൽ മതിയോ? മച്ചാ ഏയ് കലമലാം. வரேன். அம்மா வரமா. டேய் அண்ணா, தன்னான்னு உனக்கு தெரியுமாடா? ₹1,00,000 விலையுள்ள கஞ்சா. தூக்க போடுறா. சரிண்ணா. சோம்பேறி.